അല്ലേ? ഈ BJP നിന്ന് നല്ല രസമാണ് ഇവരുടെ കാര്യം. ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ ഡിം എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്ന പോലെ പെട്ടെന്നാണ് ആളപ്രത്യക്ഷനാവുന്നത്. പെട്ടെന്നാണ് ഓരോരുത്തർ കയറിയിട്ട് ഒന്നുമല്ലാതെ വട്ടപ്പൂജ്യമായിട്ടുള്ള അൽപ്പൻസ് കണ്ണന്താനം തന്നെയാട്ടോ, ഞാൻ പേര് അക്ഷരം തെറ്റാതെ പറഞ്ഞിട്ടുണ്ട്. അയാളെ കയറ്റി പിടിച്ചിരുത്തി. ഇന്നലെ വരെ 3rd റേറ്റ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന സിറോസ്കോപ്പി അതിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടായത്? ആണ് പറഞ്ഞത്, ഒന്നുമല്ലാത്ത കുറേ ആൾക്കാരെ തണ്ടിലേറ്റും. കുറേ എണ്ണത്തിനെ കണ്ടിരിക്കുന്നതിനുള്ള കുറേ എണ്ണത്തെ ഇല്ലാണ്ടാക്കും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ തൃശ്ശൂര് ഉളരിക്കൽ എന്ന സ്ഥലത്ത് BJPക്കാരുടെ ഒന്നും സമ്മതമില്ലാതെ, അവരുടെ ഒന്നും അനുവാദമില്ലാതെ അവിടെ പോയിട്ട് താമസിക്കുന്ന ഏകദേശം ഒരു ഒളിവ് ചെയ്തുമ്പോൾ ആരും അവരെ കാണാൻ ചെല്ലുന്നില്ല എന്നാണ് കേട്ടത്. തൃശ്ശൂരുണ്ടത്രേ. ഇത് പണ്ടേ അറിയാമായിരുന്നു. ഇവർക്ക് അതിനകത്ത് കയറി പറ്റിയാൽ ഇത്രത്തോളം പൊന്താൻ പറ്റുള്ള കാരണം എന്താണ്? അതൊരു സവർണ ഫാസിസം ഉള്ള, അതുകൊണ്ട് തന്നെ ചോമാർക്ക് ഒരു ചോൻ എന്ന് പറയുന്നതിൽ പെട്ടതാണ്. കുറച്ചൊരു ഭംഗിയായിട്ട് പറയും ഇഴവ, അതിൽ പെട്ടതാണ്. അവർക്കൊരു പരിധിയെ വളർത്തുള്ളൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ വണ്ടാറടങ്ങാൻ പറഞ്ഞിട്ട് ചിലരുടെ പ്രസിഡന്റൊക്കെ ആക്കി വെക്കും. സന്തോഷം ഉണ്ടായിട്ടല്ല, ആ സന്തോഷക്കുറവ് കാണുന്നുണ്ടല്ലോ അതിനകത്ത്, നന്നായിട്ട് കാണുന്നുണ്ടല്ലോ തമ്മിലടി. ഇതിൻ്റെ ഇടയിലാണ് സെൻകുമാർ കയറി വരുന്നത്, IPS. എവരിബഡി ഈസ് വെയിറ്റിംഗ് വിത്ത് എ ഗാർലൻഡ് ഫോർ IPS സെൻകുമാർ എന്നാണ് അങ്ങനെ കരുതിയത്. ഇവിടെ ചെല്ലുമ്പോഴേക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ, അതൊരു കേന്ദ്രമന്ത്രിയാകുമോ, എന്താ ചെയ്യേണ്ടതെന്ന് ഏത് തരത്തിലുള്ള വസ്ത്രമാണ്, ഏതായാലും പോലീസ് വസ്ത്രം പോയി, ഇനി ഏത് തരത്തിലുള്ള വസ്ത്രമാണ്, കുർത്തയിടണോ പൈജാമ ഇടണോ, ഡൽഹിക്ക് പോകുമ്പോൾ അത് വേണമല്ലോ എന്ന് ഞാൻ കരുതിയിട്ടാണ് ഈ സെൻകുമാർ കയറി വന്നത്. സെൻകുമാർ കരുതാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശാലമായിട്ടുള്ള ചിന്താഗതിയാണ് വേണ്ടത്. ആ വിശാലമായ ചിന്താഗതി, സങ്കുചിതമായ ചിന്താഗതി അല്ല വേണ്ടത്. സെൻകുമാർ ഇവിടെ ഒരു കാര്യം, ഈ ഏത് ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഹീസ് എ സർവൻറ്റ്. ഇവിടെയുള്ളൊരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പോലും പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തെ വരേണ്ടതല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ നേതാവാണ്. MLA പുറകിലിരിക്കാൻ പറ്റുള്ളൂ, MP പുറകിലിരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അവർ പറയുന്നത് ചെയ്യേണ്ടുന്ന കയ്യാളുകളാണ്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള സകലമാനം പേരും, ഏത് DGP ആണെങ്കിലും സൂപ്പർ DGP ആണെങ്കിലും. നായനാരിക്ക് ഒരു വിളിച്ചിരുന്നു, എടോന്നാ വിളിക്കുക, എന്താണോ എന്ന് ചോദിക്കുക. അവർ പറയണത് ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഞാൻ എന്തോ സംതിങ് സ്പെഷ്യലാന്ന് കാണിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ചൊറിയും. അതുണ്ടായത്. ഇപ്പം എന്തായി? പിണറായിക്കെതിരെ, അതാണ് സെൻകുമാറിൻ്റെ രാഷ്ട്രീയം. പിണറായി എങ്ങനെ തോൽപ്പിക്കുക, അതാണ് സെൻകുമാറിൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രീയക്കാരെല്ലാം ഒറ്റക്കെട്ടാണ് കേട്ടോ. അധികം മട്ടച്ചാരിത്രമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ള ഏറ്റവും വലിയ സങ്കടം. ഈ പിണറായി 600 ജീവിച്ചിരിക്കുന്ന ആളല്ല. അദ്ദേഹം ഇപ്പം നാളെ മരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ സെൻകുമാറിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു. പിന്നെ എന്ത് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിലനിൽക്കുക? അല്ലെങ്കിൽ പിണറായിയെ മാർച്ച് പാട്ടിന്ന് പുറത്താക്കിയെന്നിരിക്കട്ടെ.
പിന്നെ ആരോട് പറയും? അപ്പം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ തലയ്ക്കകത്ത് എന്തൊരു വെളിവിട്ടൊരു കാര്യം ചിന്തിക്കേണ്ടതായിരുന്നു. തനിക്കൊരു പ്രവർത്തന മേഖല വേണം, അതിനുള്ള ശേഷി തനിക്കുണ്ട് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തന മേഖല അത് ദൂരവ്യാപക അല്ലെങ്കിൽ വ്യാപനശീലമുള്ള വ്യാപനത്വമുള്ളൊരു മേഖലയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് പിണറായി എന്ന് പറഞ്ഞ് പിണറായിയുടെ പുറയിൽ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് നടന്ന ശിശുപാലൻ്റെ പോലെ അതായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഈ പറയുന്ന പിണറായിയെ നേരിടാൻ അദ്ദേഹം കണ്ട വഴി എന്താ അറിയോ? ബി ജെ പിയിൽ ചേരുക. അതെങ്ങനെയാണ് ബി ജെ പി ചേർന്നത്? ക്രമാനുഗതമായിട്ടൊരു വരവായിരുന്നില്ല. ഹനുമാൻ ലങ്കയിൽ ചാടിയ പോലെ ചാടി വീണ ഹനുമാൻ, ബി ജെ പിക്കാരുടെ കോട്ടയിൽ ചാടി വീണ സെൻകുമാർ, ബി ജെ പിയുടെ കോട്ടയിൽ അങ്ങോട്ട് ചാടി വീണു ഒരാൾ. അവരെ ആദരിക്കുകയോ അതൊക്കെ? പക്ഷേ അവിടേക്ക് എത്ര ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്, ഇന്ന് ഒരേ മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. ആദ്യം വന്ന് കയറിയ പുത്തനച്ചി പുറപ്പെടും നോക്കുന്നു പറഞ്ഞ് വന്ന് കയറിയ ഉടനെ ബി ജെ പിയിൽ വന്ന് കയറിയ ഉടനെ എന്തൊക്കെയാ കൊലപ്പിച്ചത് അയാൾ. ബി ജെ പിക്ക് ശരിക്കും നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദുത്വവാദം വേണ്ടിടത്തും വേണ്ടാത്തിടത്തും അയാൾ ഹിന്ദുത്വവാദം പുറപ്പെടുവിച്ചു. ഹിന്ദുത്വവാദം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിങ്ങളെ കുറ്റം പറയുക. ഞാൻ ഡി ജി പി ആയിരുന്ന സമയത്ത് ഞാൻ ഇന്ന രേഖ കണ്ടു, ഇന്ന രേഖ കണ്ടു, ഇന്ന രേഖ കണ്ടു, ഇങ്ങനെ രേഖ കണ്ടു, ഇത്ര ലവ് ജിഹാദ് കണ്ടു, ഇത്ര തീവ്രവാദികളെ കണ്ടു. ഇതെല്ലാം NIA വന്നപ്പോൾ ഇതൊന്നും കാണാനില്ല. ഇയാളതെല്ലാം കണ്ടിട്ടുണ്ട്. തേൻ തരട്ടി കൊടുക്കുകയായിരുന്നു ബി ജെ പിക്കാർക്ക്. ഇത്തരക്കാർ ചെയ്യേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നിൽക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സുഗതകുമാരി. എവിടെയെങ്കിലും കരച്ചിൽ കേട്ടാൽ സുഗതകുമാരി അവിടെ ഓടിയെത്തും. ഇന്ന് സുഗതകുമാരി അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏത് ജനപ്രതിനിധിയാണെങ്കിലും എണീറ്റ് നിൽക്കും. കാരണം എന്താണ്? അതവരുടെ പേഴ്സണാലിറ്റിയാണ്. അവരേതൊരു പാർട്ടിയുടെ വക്താവായിട്ടോ ഏതൊരു പർട്ടിക്കുലർ മരത്തുമ്പോൾ പിടിച്ചു കയറുന്ന വെറ്റില കൂടിയല്ല. അവരായിട്ട് നിവർന്നു നിൽക്കുന്ന ഒരൊറ്റയാൾ മരമാണത്. മൂപ്പുള്ള മരം തന്നെയാണ്. ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കേണ്ടതായത് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇതിങ്ങനെ പൂച്ചക്കുട്ടി എടുത്ത് കളയണ പോലെ കളഞ്ഞിട്ടുള്ളത്. രാമൻ പിള്ള, PP മുകുന്ദൻ, ഒരു VP ജനറ്റുണ്ടായത് നിങ്ങൾക്കൊന്നും അറിയില്ല. അധികം സന്യാസതുല്യാണ്ട് വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെ അവിടുന്ന് മാറിപ്പോയി. അങ്ങനെ എത്ര ആളുകളാണെന്നറിയോ? എന്തിനപ്പോൾ അവരെ കാര്യം പറയണേ? LK അദ്വാനി ഇപ്പോൾ എവിടെയാ? കല്യാൺ സിംഗ് ഇപ്പോൾ എവിടെയാ? യശ്വന്ത് സിൻഹ എവിടെയാ? യശ്വന്ത് സിംഗ് എവിടെയാ? ഉമാഭാരതി എവിടെയാ? ഒരുപാടുണ്ട്, അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ അവസാനത്തെ വാലായിട്ട് കിടക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പം എവിടെയാ? ശോഭാ സുരേന്ദ്രൻ ഇപ്പം എവിടെയാ? എന്തിനറിയ കുമ്മനം രാജശേഖരൻ ഇപ്പം എവിടെയാ? എൻ്റെ സെൻകുമാറെ, നിങ്ങൾ സുന്ദര പുരുഷനാണ്. നല്ല ആരോഗ്യം കഴിച്ചത്. നിങ്ങൾ പോലീസിലായിരുന്നല്ലോ. കാണാൻ നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. ഉത്പസ്യതേ മമജ കോപിധർമ്മ കാലോഹ്യം നിരവധിർ വിഭ്രാജ പൃഥ്വി. കാലം ഒരുപാടുണ്ട് ഇനി നിങ്ങൾക്ക്. ഈ ഭൂമണ്ഡലം വളരെ വലുതാണ്. വേണ്ട, ഇന്ത്യ മാത്രം എടുത്താൽ മതി. ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ മഹത്തായിട്ടുള്ള ആ ജീവിത കാലഘട്ടം ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ? നിങ്ങൾക്ക് തിരിച്ചു നടന്നുകൂടെ? ഈ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിലയും വലിയും പോവുകയല്ലേ? മേജർ രവിക്ക് എപ്പോഴേ മാറിപ്പോയി. അങ്ങനെ വിചാരിച്ചു വല്ല കാര്യങ്ങളൊന്നും വിചാരിച്ചു. അല്ലെങ്കിൽ സെൻകുമാറിന് വലിയ ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്. ആ ആത്മാർത്ഥത അദ്ദേഹം ഇനി കാണിക്കേണ്ടത് ഈ എന്തായാലും പറയുക, മറ്റേ മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഇതൊക്കെയും നടത്തല്ല. ഇനി അങ്ങനെ ഹിന്ദു സ്നേഹം ഉണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഹിന്ദുവിൻ്റെ കണ്ണിൽ വലിയൊരു കോല് കിടക്കേണ്ട, അത് എടുത്ത് കള. എന്നിട്ടാകാം ഇനി മുസ്ലിമിൻ്റെ കണ്ണിൽ എന്തെങ്കിലും കരണ്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയല്. ജീസസ് ക്രൈസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് 3 വിരലുകൾ അവനവൻ്റെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന്. അതറിയാൻ ശ്രമിക്കുക. ഹിന്ദുത്വവാദം കൊണ്ട് നടന്നിട്ട് അവിടെ കാര്യമില്ല. സെൻകുമാർ അത് മനസ്സിലാക്കണം. കാരണം നിങ്ങളൊരു ഈഴവനാണ്.
അവർ നിങ്ങളെ അവിടെ ഒരു വെള്ളം കോരിയുടെ സ്ഥാനത്തിനപ്പുറം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അതാണ് സത്യം. സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ പൊരുതേണ്ടത്, നിങ്ങൾക്ക് ഹിന്ദുവിനോട് ഇഷ്ടമാണെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഹിന്ദുക്കളോടാണ് പൊരുതേണ്ടത്. അവിടെ പൊരുതാൻ ഒരുപാട് മേഖലകളുണ്ട്. കാരണം ജാതിയുടെ സ്പർദ്ധ, അത് ഏത് അമ്പലങ്ങളും പൂജാരിമാരും അതൊരു രാവണൻ കോട്ടയാക്കി മാറ്റിയിട്ടേക്ക് ഇവിടെ 40,000 ക്ഷേത്രങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ്. ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത സങ്കേതങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ. ഹിന്ദുക്കൾ, ജനങ്ങൾക്കൊന്നും വേണ്ട, ഹിന്ദുക്കൾക്ക്, മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു ഉപകാരം ചെയ്യേണ്ട, ഹിന്ദുക്കൾക്ക് ഉപകാരം വേണ്ട. വല്ല ഉപകാരമുണ്ടോ? ഈ ആന, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളൽ, സിനിമാറ്റിക് കാട്ടം, ഇതിനുവേണ്ടി കോടികളുടെ മേലെ കോടികൾ, ആ ചെലവഴിക്കുന്ന പ്രവണതയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും സെൻകുമാറെ. വലിയൊരു ജോലിയാണത്. ഞങ്ങളൊക്കെ അവിടെ പരാജയപ്പെട്ടതാണ്. നിങ്ങൾ കഴിയുമ്പോൾ അത് ചെയ്യും. നിങ്ങൾ അവിടെ നടക്കാൻ ജാതി വിവേചനം, ഹിന്ദുക്കൾ ഉണരണമെന്ന് പറഞ്ഞു, ഒരു സത്യം പറഞ്ഞവർ ഇവരും മിണ്ടില്ല. അവിടെ നടക്കുന്ന ജാതി വിവേചനം മാറ്റാൻ അതിനെതിരെ നിങ്ങൾക്ക് വിരലുയർത്താൻ പറ്റുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം അവിടെ പോയിട്ട് അവിടെ ബ്രാഹ്മണന്മാർക്കോ എല്ലാവരും വേണം അവിടെ പൈസ കൊണ്ടു കൊടുക്കാൻ, പക്ഷെ ഊണ് നമ്പൂരിമാർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. അവിടെ കയറുന്ന ഊണ് കഴിക്കുന്നത് വെച്ചാൽ അടിവാഞ്ചാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ്, വിവേചനം, കട്ടിയായിട്ടുള്ള വിവേചനം, അതിലേക്കെതിരെ പ്രതികരിച്ച് വളരാൻ നോക്ക് സെൻകുമാറെ. നിങ്ങളായിട്ട് ഒരു കാലത്തെ അധ്വാനത്തിൻ്റെ പേരിലാണോ IPS കിട്ടിയത്? പെട്ടെന്ന് കിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് തോറ്റവനാണ്, 10ാം ക്ലാസ് കടന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ കോളേജിലേക്കും പഠിച്ചെന്ന് പറയട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ സെൻകുമാർ IPS ആണ്. അപ്പം അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. ആ ബുദ്ധി വിനിയോഗിക്കേണ്ടത്, ആ യോഗ്യത വിനിയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ കൊച്ചു ഇളിഞ്ഞ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തിരിഞ്ഞു കിടക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള മുസ്ലിം വിരോധം അത് നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ഒരു 10 ദിവസം നിങ്ങൾ മൂകാംബികയിൽ വിട്ട് തപസ്സിരിക്കുക, മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകണ്ട. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു കേരളീയനായിട്ട് തിരിച്ചു വരിക, നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരിക. നിങ്ങളിലുള്ള ഈ കറകൾ മാറ്റുക, അതിനകത്തുള്ള സ്പർദ്ധകൾ മാറ്റുക, അത് സംബന്ധിയായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കില്ല എന്ന് ശപഥം ചെയ്യുക. പ്രധാനമായിട്ടും കേരളത്തിൽ, ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് നിന്ന് ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ. അവരെ പാർശ്വവൽക്കരിക്കാനുള്ളൊരു ശ്രമം അത് നടക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോലീസ് ഓഫീസറല്ലേ, നിയമം എപ്പോഴും കൂട്ടു നിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. വല്ലാതെ താഴോട്ട് പോകുന്ന എന്തെങ്കിലും പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിനെ മേലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക, അതിനൊരു ബാക്കപ്പ് കൊടുക്കുക. വല്ലാതെ മേലോട്ട് കയറി പോകുമ്പോൾ വേണ്ട മോനെ ദിനേശ എന്ന് പറഞ്ഞ് പിടിച്ച് താഴോട്ട് കൊണ്ടിരിക്കുക. അങ്ങനെ ഐക്യപ്രിയം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഭരണഘടന. അതിൻ്റെ പേരിലല്ലേ നിയമം. അത് കൈയാളെ ആ നിയമ കാര്യങ്ങൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നിലകൊണ്ട ആളല്ലേ നിങ്ങൾ. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? സമൂഹത്തിൽ അഗ്നി പടർത്താൻ ശ്രമിക്കുകയല്ലേ ഇത്രയും നാളും ചെയ്തിരുന്നത്. അതുകൊണ്ട് അഗ്നി വലിച്ചെറിയുക നിങ്ങൾ. സെൻകുമാറെ, ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തിരിഞ്ഞു നടക്കുക, നിങ്ങൾ നന്നാവും. നമസ്കാരം.